ഇതാണ് ഭാഗ്യം ഭാഗ്യം എന്നൊക്കെ പറയുന്നത്. ഷൂട്ട് ചെയ്തെടുത്തപ്പോ അതാ സുഹൃത്തുക്കളെ വന്നിരിക്കുന്നു നമ്മുടെ സ്വന്തം സാധിക. പാറു എനിക്ക് ഇവിടുത്തെ ഒരു ബെസ്റ്റ് കളക്ഷൻ ഇട്ട് എന്നിട്ട് എന്നെ ദീപിക പതുക്കോൺ ആക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പൊ ദീപിക പതുക്കോൺ ഞങ്ങളുടെ മലയാളികളുടെ ദിവ്യ കൊടുക്കും. കൊറിയൻ സീരീസ് കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും ഇങ്ങനത്തെ കുറെ കളക്ഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ വെൽക്കം ടു മൈ വേൾഡ്. അപ്പം ഇവിടെ ഒരുപാട് നിങ്ങൾക്ക് വേണ്ട കളക്ഷൻസ് ഉണ്ടാവും. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് കോട്ട് സെറ്റ്സിലാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊറിയൻ ടോപ്സ് ആയിക്കോട്ടെ, ഇമ്പോർട്ടഡ് ക്വാളിറ്റി ടോപ്സ് ആയിക്കോട്ടെ, ആ ടോപ്സുകളാണ് ഇതെല്ലാം. ദീസ് ആർ ഓൾ ഇമ്പോർട്ടഡ് ക്വാളിറ്റി ടോപ്സ്. ഇതിൻ്റെയൊക്കെ കുറേ കളർ വേരിയേഷൻസ് അധികം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. ഇതിൽ പർട്ടിക്കുലറായിട്ട് എനിക്ക് അത്രയും ഫേവററ്റ് ആയിട്ട് തോന്നിയതിൻ്റെ 1-2 പീസസിന് മാത്രമേ ഇങ്ങനെ കളർ വേരിയേഷൻസ് വരത്തുള്ളൂ. അല്ലാതെ കളർ വേരിയേഷൻസോ സൈസ് വേരിയേഷൻസോ ഒന്നും അതിൽ വരത്തില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൈസുകളിലെയും നമുക്ക് ഉണ്ടാവും. ഈവൻ ഈ പറയുന്ന പോലെ ഒരുപാട് പേര് ഇങ്ങനെ വിഷമിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് ജാക്കറ്റ്സ് ഒന്നും കിട്ടുന്നില്ല, നല്ല പ്രോപ്പറായിട്ടുള്ള നല്ല എലഗൻ്റ് ആയിട്ടുള്ള ജാക്കറ്റ്സ് ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ. സോ നല്ലൊരു വൈറ്റ് ടോപ്പ് അതിൻ്റെ കൂടെ ജീൻസും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇടുകയാണെങ്കിലും ഒക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും. ഇപ്പം മഞ്ജു ചേച്ചി തന്നെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ടായിരിക്കും. എന്തായാലും ഞാൻ ഇതിൻ്റെ വെച്ചിട്ട് ഒരെണ്ണം ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ ഇവിടെ നമുക്ക് കുറേ കോട്ട് സെഷൻ ഓവർ സൈസ് ഷർട്ട്സ് ഒക്കെ പോകുന്നുണ്ട്. ഇവിടെ ഫുൾ കൊറിയൻ ടോപ്സ് ആണ്. ലൈക്ക് ദിസ്, ബാക്കൊക്കെ വൈഡ് ഓപ്പൺ ആയിട്ട്. ഇപ്പം എന്തെങ്കിലും ഈ പറയുന്ന പോലെ എന്തെങ്കിലും പുറത്തുള്ളൊരു കല്യാണമോ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ യു ക്യാൻ വെയർ സംതിങ് ലൈക്ക് ദിസ്. ഇതുപോലെ ഒരു ഗോൾഡൻ ഒരു ജ്വല്ലറി ഒക്കെ ഇട്ട് നല്ലൊരു ബാംഗിൾ, ഇതുപോലത്തെ ഒരു ബാംഗിൾസ് ഒക്കെ ഇട്ട്, ഇതൊക്കെ പാർഷ്യൽ അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുക സിമ്പിൾ ആയിട്ടൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും. ഇതൊക്കെ നമ്മുടെ കൊറിയൻ ടോപ്സ് ഗ്യാങ്ങിൽ വരുന്നതാണ് കേട്ടോ ഇവരെല്ലാം. സോ ഗുഡ് നോ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഇതെല്ലാം പിക്കി ആയിട്ട് ഞാൻ പോയി ചൂസ് ചെയ്ത സാധനങ്ങളാണ്. സോ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റായിട്ട് കാണണം, മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ പ്ലീസ് ഡു വിസിറ്റ് പാർഷ. ഇപ്പം ഓവർ സൈസിൻ്റെ കാലമാണല്ലേ, എല്ലാവർക്കും ഓവർ സൈസ് ഷർട്ട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ നിങ്ങൾക്ക് സൈസിൻ്റെ കാര്യത്തിൽ ഒരു സങ്കടം വേണ്ട. കാരണം ഓൾമോസ്റ്റ് അത്യാവശ്യം എല്ലാവർക്കും ഇടാൻ പറ്റുന്ന സൈസിലുള്ള ഷർട്ട്സ് ആണ്. ഇത്രയും ലെങ്ത് വരുന്നുണ്ട്, നീ ലെങ്ത് വരെ വരുന്ന ഷർട്ട്സ് ഭയങ്കര റയറായിട്ടാണ് നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ കിട്ടുന്നത്. സോ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ലിമിറ്റഡ് സ്റ്റോക്സ് ആണ്. പ്ലീസ് ഡു വിസിറ്റ് സൂൺ. കാരണം എല്ലാവരും വന്ന് പിക്ക് ചെയ്ത് ഒരുപാട് എടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഷർട്ട്സ് ഇടണം, എന്നാൽ ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഷെയ്ഡിൽ പേസ്റ്റ് ഷെയ്ഡ്സിലൊക്കെ ഇടണമെങ്കിൽ വിത്ത് സം മിനിമൽ ഇതുപോലത്തെ ഡിസൈൻസ് ഒക്കെ വേണമെങ്കിൽ ഇതൊക്കെ എടുക്കാം കേട്ടോ. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരുപാട് ഓവർ സൈസ്ഡ് ഉണ്ട്. ഓവർ സൈസ് ഷർട്ട്സ് ഒക്കെ നമുക്ക് ഇതുപോലെ ഒരുപാട് വെറൈറ്റി പാറ്റേൺസിലുണ്ട്. സോ അതൊക്കെ കാണണമെങ്കിൽ പ്ലീസ് ഡു വിസിറ്റ് ആൻഡ് ഫോളോ പാർഷ. യെസ്, ആ ഒരു റെഡിൻ്റെ തന്നെ വേറൊരു കളർ വേരിയേഷൻ ആണിത്. ഇതും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഇഫ് യു ആർ ഗോയിങ് ടു സം ട്രിപ്പ്, സോ ഗുഡ് നോ, ഭയങ്കര അടിപൊളിയായിരിക്കും. ഇത് അനദർ ഒരു കൊറിയൻ ടോപ്പാണ്. ഇപ്പം നമ്മുടെ ഇവിടെ ഒരുപാട് കോൺസേർട്സിനൊക്കെ പോകത്തില്ലേ, അങ്ങനെ നിങ്ങൾക്ക് കോൺസേർട്സിന് വല്ലതും പോകണമെങ്കിൽ യു ക്യാൻ വെയർ സംതിങ് ലൈക്ക് ദിസ്. ഇത് നിങ്ങൾക്ക് ഈവൻ ഒരു ബ്ലാക്ക് സ്കേർട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ജീൻ്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നല്ല ജാക്കറ്റ്സ് കിട്ടുന്നില്ല എന്ന്. നമ്മുടെ നല്ലൊരു ആനിമൽ പ്രിൻറ്റഡ് ജാക്കറ്റ്സ് ഉണ്ട്. അതും നിങ്ങൾക്കിങ്ങനെ ഗ്ലിറ്ററി ആയിട്ടുള്ള സാധനമൊന്നും ഇഷ്ടമല്ലെങ്കിൽ കണ്ടോ, ഡെനിമിൻ്റെ തന്നെ നല്ലൊരു കളർ വേരിയേഷനിൽ ഈ സാധനം വരുന്നുണ്ട്. ആൻഡ് ഷോർട്ട് ടോപ്സോ ക്രോപ്പ് ടോപ്സോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇപ്പോഴത്തെ എനിക്കൊന്ന് ജെൻസി കിഡ്സ് എല്ലാം ഈ പറയണ പോലെ ഈ ക്രോപ്പ് ടോപ്സൊക്കെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളവർക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാറ്റേണിലുണ്ട്. ആൻഡ് പ്യുവർ കൊറിയൻ സീരീസ് കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും ഇങ്ങനത്തെ കുറേ കളക്ഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ലോങ് ഡ്രസ്സ് എല്ലാം നമ്മുടെ സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ശരിക്കും ഇപ്പം തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നതിന്. ഒരുപാട് ഇതുപോലത്തെ കൊറിയൻ ടൈപ്സ് ഓഫ് ടോപ്സും
അതുപോലെ തന്നെ ദാ കൊറിയൻ ടൈപ്പ് ഓഫ് ഡ്രസ്സസും നമുക്ക് അവൈലബിൾ ആണ്. കൈൻഡ് ഓഫ് ദിസ് സോ ക്യൂട്ട് റൈറ്റ്. എനിക്കും ഭയങ്കര ഇഷ്ടം. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ. ഓരോ പീസും നമ്മൾ പറയത്തില്ലേ നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ ഇപ്പം എനിക്ക് ഓരോരുത്തർ വായിച്ചിട്ട് പോകുമ്പോൾ ഭയങ്കര സന്തോഷവും തോന്നാറുണ്ട് കേട്ടോ. കാരണം ഈ പറയുന്ന പോലെ അവർക്കത് അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട്, അവർക്ക് കിട്ടാത്ത കുറേ കളക്ഷൻസ് കിട്ടുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ആൻഡ് ഇവിടെ വരുമ്പോഴും ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടോപ്സ് ഉണ്ടാവും. ഇതും സൈസിൻ്റെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഓവർ സൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. കുറച്ച് ലാർജ് സൈസുള്ള ബോഡിയുള്ളവർ ആണെങ്കിൽ നിങ്ങൾക്കും വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. ഇതിൻ്റെ ഒരു കളർ വേരിയേഷൻ ഉണ്ടായിരുന്നു, അത് ഒരാൾ പിക്ക് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഇത് ഇന്നലെ പോയതുള്ളായിരുന്നു കേട്ടോ. വരുമ്പോൾ ഇതുപോലെ സാറ്റിൻ്റെ പ്ലെയിൻ ഷർട്ട്സ്, ഈ പറയുന്ന പോലെ നമ്മുടെ ഓഫീസ് വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന കുറച്ച് ഫോർമലി ഒക്കെ ഇടാൻ പറ്റുന്നതായിരിക്കും. ഇതിൻ്റെ കൂടെ നല്ല ഒരു 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 ബ്രൗൺ ടിൻറ്റഡ് അല്ലെങ്കിൽ ഒരു ബേസ് ടിൻറ്റഡ് ഒരു പാൻസ് ഒക്കെ ഇട്ടാൽ ഭയങ്കര ക്ലാസി ആയിട്ടുണ്ടാവും. അത് നമ്മുടെ ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ഇതുപോലത്തെ ഒരു ടിൻറ്റൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ പോയാൽ ഇറ്റ് വിൽ ലുക്ക് സോ ഗുഡ്. ഇവിടെ വന്നാൽ ഞാൻ കുറേയൊക്കെ ഞാൻ കാണുന്നവരുടെ അടുത്തെല്ലാം ഞാൻ ഇതുപോലെ സജഷൻസ് ഒക്കെ പറയാറുണ്ട്. അവർക്കെല്ലാം ഇഷ്ടപ്പെടുന്നതെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഈ സാറ്റിൻ്റെയും നമ്മുടെ കുറച്ച് കളർ വേരിയേഷൻസ് ഉണ്ട്, കാരണം ഇവിടെ ടെക്കീസിനൊക്കെ നിങ്ങൾക്ക് വരാവുന്നതേ ഉള്ളൂ. ആൻഡ് പിന്നെ വരുമ്പോൾ ഹിയർ കംസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് കോഡ് സെറ്റ്. ഇത് കുറച്ച് നിങ്ങൾക്ക് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഗോവയിലൊക്കെ നിങ്ങൾ ട്രിപ്പ് പോവുകയാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും. നല്ലൊരു ഇന്നേഴ്സൊക്കെ നമുക്ക് ഇന്നേഴ്സും അവൈലബിൾ ആണ്. ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് അകത്ത് തന്നെ ഏത് ഷെയ്ഡ് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഇന്നേഴ്സും അവൈലബിൾ ആണ്. ആൻഡ് അഗെയിൻ ഓവർ സൈസ്ഡ് വേണമെങ്കിൽ you can go for some oversized t-shirts. ഇതിൻ്റെയും കുറേ കളർ വേരിയേഷൻസ് ഉണ്ട്. ആൻഡ് ഇതെല്ലാം കൊറിയൻ ആണ് കേട്ടോ, പ്യുവർലി കൊറിയൻ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, എസ്പെഷ്യലി കൊറിയൻ ഫാൻസിന് മനസ്സിലാവാത്ത എന്താ ഉള്ളത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജീൻസ് അന്വേഷിച്ച് ഇനി ആരും എങ്ങോട്ടേക്കും പോകേണ്ട, നേരെ എങ്ങോട്ടേക്ക് വന്നാൽ മതി. കാരണം നിങ്ങൾക്കായിട്ട് വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലെല്ലാം ഓരോന്നും ഓരോ തരം പാറ്റേൺസ് ആണ്. ഇതിൽ മാത്രം നിങ്ങൾക്ക് സൈസ് വേരിയേഷൻസ് കിട്ടും. നമ്മളൊരു 28 to 34 സൈസ് വരെ നമ്മളെല്ലാം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ 36 സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ. ആൻഡ് ഓൾസോ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഷോർട്ട് സ്കേർട്സ് ഒക്കെ ഇടുകയാണെങ്കിൽ അതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോക്കിങ്സും ഇവിടെ അവൈലബിൾ ആണ്. ഈ പറയുന്ന പോലെ കോൺസേർട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ സ്റ്റോക്കിങ്സും നിങ്ങൾക്ക് അതിൻ്റെ കൂടത്തിൽ വെയർ ചെയ്യാൻ പറ്റുന്നതുണ്ടാവും. ആൻഡ് ഹിയർ കംസ് സം പാർട്ടി സെഷൻസ്. വളരെ മിനിമലായിട്ട് എന്നാൽ നിങ്ങൾക്ക് ഒരു പാർട്ടിക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ കുറേ ഔട്ട്ഫിറ്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ മറ്റേ പ്യുവർ സ്റ്റോൺ വെച്ചിട്ട് ചെയ്താൽ ഭയങ്കര ക്ലാസി ആയിട്ടുള്ള സാധനമാണ്. ഒരു മിനിമൽ അക്സസറീസ് മാത്രം നിങ്ങൾ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്താൽ മതി. ഭയങ്കര സ്റ്റണ്ണിങ് ആയിട്ട് തന്നെ നിൽക്കും. സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുക എന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെ. ഇതൊക്കെ നിങ്ങൾക്ക് ഈവൻ കുട്ടി കുട്ടി പാർട്ടീസോ ഈവൻ നിങ്ങൾക്കൊരു ഡേറ്റിന് പോകണമെങ്കിലോ യു ക്യാൻ വെയർ സംതിങ് ലൈക്ക് ദിസ്. മിനിമലായിട്ടുള്ള ഒരു എലിമെൻറ്റ്സ് ഉള്ള ഓരോ ഗൗൺസുകൾ ഒരുപാട് നമ്മുടെ കളക്ഷൻസിലുണ്ട്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം. വളരെ മിനിമലായിരിക്കണം, എന്നാൽ കാണാനും ഭയങ്കര അടിപൊളിയായിരിക്കണം. എന്നാൽ ഇതുപോലെ തന്നെ കുറച്ച് സ്റ്റോൺ വർക്ക്സ് വരുന്നതുണ്ട് നമ്മുടെ കയ്യിൽ. ഓഫ് ഷോൾഡർ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ യു ക്യാൻ വെയർ സംതിങ് ലൈക്ക് ദിസ്. ആൻഡ് എഗെയിൻ ഈ ടർക്കോയിസ് എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് കുറച്ചധികം ഷെയ്ഡ്സ് നമ്മൾ അതിൻ്റെ ടർക്കോയിസിൻ്റെയും വെച്ചിട്ടുണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് കളേഴ്സും നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. പേസ്റ്റൽ ആയിക്കോട്ടെ, ബ്രൈറ്റ് ഷെയ്ഡ്സ് ആയിക്കോട്ടെ, ഒരു ന്യൂട്ടിൻസ് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ കളക്ഷൻസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന പോലെ ദീസ് കൈൻഡ് ഓഫ് ബീച്ച് വെയർസ് ഒക്കെ നമ്മുടെ കയ്യിൽ കുറേ അധികം ഉണ്ട് കേട്ടോ. ഈവൻ ഞാനിവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റൈലിംഗ് ചെയ്യാനും ഞാൻ റെഡി ആയിട്ട് തന്നെ നിൽക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും സ്റ്റൈലിംഗ് വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ബീച്ച് വെയർ ആയിട്ട് നിങ്ങൾക്ക് എന്നാൽ മിനിമലായിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ ഇതാണ് ഭാഗ്യം എന്നൊക്കെ പറയുന്നത്. ഷൂട്ട് ചെയ്തെടുത്തപ്പോൾ അതാ സുഹൃത്തുക്കളെ വന്നിരിക്കുന്നു നമ്മുടെ സ്വന്തം ശ്വാസിക. അതെ, എങ്ങടന്നോ ഇല്ലാതെ ഞാൻ പെട്ടെന്ന് വന്നപ്പോൾ ഇവിടെ ഭയങ്കര ഷൂട്ടിങ്. അപ്പോൾ പാറു എനിക്ക് ഇവിടുത്തെ ഒരു ബെസ്റ്റ് കളക്ഷൻ
ഇട്ട് എന്നിട്ട് എന്നെ ദീപിക പതുക്കോൺ ആക്കാനുള്ള ശ്രമത്തിലാണ്. അത് നടക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. നമ്മൾ ഈ എയർപോർട്ട് ലുക്കിൽ ദീപികനെ കാണുമ്പോൾ ഇങ്ങനത്തെ കുറേ ഡ്രസ്സൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ എനിക്കും എടുത്ത് തന്നു. പിന്നെ ഞാൻ നോക്കുമ്പോഴാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഓവർ സൈസ് ഷർട്ട്സ്, പിന്നെ കോട്ട് സെറ്റ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കുറേ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. അതും എന്താ പറയുക, ചിലതിനൊക്കെ ഒറ്റ സിംഗിൾ പീസേ ഉള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും എടുത്തോണ്ട് പോയാൽ പിന്നെ നിങ്ങൾ അതേ ചോദിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പാറു കഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു കാര്യമാണ്. പക്ഷെ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ ബാക്കിയുള്ള പല ഷോപ്പിലും നമ്മൾ പോകുന്നു പർച്ചേസ് ചെയ്യുന്ന പോലെയല്ലോ, വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംരംഭകയായി എന്നൊക്കെ അറിയുമ്പോൾ അതിലൊരു സന്തോഷമുണ്ട്. ഇപ്പൊ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് ടെൻഷൻ കൊണ്ടാ. മറ്റേ ആങ്കർ ആവുമ്പോൾ മൈക്കോൺ എന്നൊക്കെ പറയും, അവരെ കൊളാബ് ചെയ്യുന്ന കാര്യങ്ങളും ഇവരുടെ ഇൻഫ്ലുവൻസിങ് സംഭവങ്ങളൊക്കെ പറയും. പക്ഷെ ഇപ്പൊ ഒരു സംരംഭകയായപ്പോ ഒരു ടെൻഷൻ, അതാ ഇങ്ങനെ മാറിക്കുന്നത്. എന്നോടൊന്നും ചോദിക്കാറില്ലേ? അല്ലൊരു ചെറിയ വെപ്രാളൊക്കെ. അല്ല, ഞാനും അത് തന്നെയാണ് പറഞ്ഞത്. ശ്വാസന് എന്താണ് ജെന്യൂൻ ആയിട്ട് ഫീൽ ചെയ്യുന്നത് അത് മാത്രം പറഞ്ഞാൽ മതി. കാരണം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് ഇങ്ങനത്തെ ഒരു ഔട്ട്ലെറ്റ് വന്നിട്ടില്ല എന്നുള്ളത്. കാരണം പല ഇപ്പൊ നമ്മൾ കൊച്ചിയിലാണെങ്കിൽ പല ഔട്ട്ലെറ്റ്സിലും നമുക്ക് കിട്ടും. പക്ഷെ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ ഞങ്ങൾ പലപ്പോഴും ഇങ്ങനെ എറണാകുളത്തേക്ക് ഓടാറുണ്ട് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടാൻ. ഞാനും ഇപ്പൊ ആക്ച്വലി ഒരു സ്ഥലത്തേക്ക് പോകാൻ നിന്നപ്പോ എറണാകുളത്ത് എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഓക്കെ നമുക്കപ്പോൾ ട്രിവാൻഡ്രത്ത് തുടങ്ങിയ സ്ഥിതിക്ക് ഇവിടെ പോകാലോ എന്ന് വെച്ച് ഇങ്ങോട്ട് വന്നതാണ്. എന്തായാലും ട്രിവാൻഡ്രത്ത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല കളക്ഷൻസ് ഉണ്ട്. ഭയങ്കര മോഡേൺ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുണ്ട്, കുറച്ച് മിനിമൽ മോഡേൺ ആയാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇപ്പൊ പാറുവിന്റെ വീഡിയോസ് ഇൻസ്റ്റയിൽ കാണുന്നവർക്ക് അറിയാം, ആൾ ഓൾറെഡി കുറച്ച് സ്റ്റൈലിംഗ് പരിപാടിയൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ സ്റ്റൈൽ എങ്ങനെ ചെയ്യേണ്ട, ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ചെയ്യണം, അത് ഇങ്ങനെ മടക്കണം, അതിന് ഈ ഷൂ ഇടണം, അതിന് ആ കമ്മലിടണം, അതുവരെ പറഞ്ഞു തന്ന് ആ ഡ്രസ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കി തരും. അപ്പൊ അതുകൊണ്ട് താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്, അടിപൊളിയാവട്ടെ. ഇനിയും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടുന്നതായിരിക്കും. വീണ്ടും വരിക. എന്നും ഇതുപോലെ വീഡിയോ എടുക്കുന്ന ഏതെങ്കിലും ആൾക്കാർ വരട്ടെ എന്നുള്ളതാണ് പാറുവിന്റെ പ്രാർത്ഥന എന്ന് തോന്നുന്നു. പക്ഷെ സ്വാഭാവികമായിട്ട് ആര് ഒരു സ്ഥാപനം തുടങ്ങിയാലും അതിനൊരു ബാക്കപ്പ് ഉള്ള പ്രൊമോഷൻ അത് ഇപ്പൊ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യാന്നുള്ളത്. അതെ, ഇപ്പൊ ഞങ്ങൾക്ക് ഫ്രീ പ്രൊമോഷൻ മാത്രമേ ഉള്ളൂ മാത്രം. അല്ല, പക്ഷെ വന്നപ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടു. അതാ ഇപ്പൊ അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് പറ്റുന്ന രീതിയിലുള്ള കുറെ നല്ല കളക്ഷൻസ് ഉണ്ട്. അതാ നല്ല മോഡേൺ ഔട്ട്ഫിറ്റ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഒക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പറ്റുന്ന കൊറിയൻ സംഭവങ്ങളൊക്കെ കുറെ നല്ല കൊറിയൻ ഇതുണ്ട്, നല്ല ടീഷർട്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മൊത്തത്തിൽ ആ പാർട്ടി വേഴ്സ്, ഫ്രണ്ടിൽ കുറെ പാർട്ടി വേഴ്സ് ഉണ്ട്, ഇതുപോലത്തെ ഒക്കെ വേറെ കളറുകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്ലീസ് ഡു വിസിറ്റ്. യെസ്. അപ്പോൾ ദീപിക പതുക്കോൺ, ഞങ്ങളുടെ മലയാളികളുടെ ദീപിക പതുക്കോൺ. യെസ്. അപ്പൊ അത് ഞാൻ എന്തായാലും ഇത് ഒരെണ്ണം ഉറപ്പിച്ചു. ഇനി ബാക്കിയുള്ളത് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. വേഗം സ്റ്റൈലിംഗ് ചെയ്യിപ്പിക്കട്ടെ.